പ്രിൻസിപ്പിൾസ് ഓഫ് ഡിജിറ്റൽ സിഗ്നൽ പ്രോസസ്സിംഗ് എന്ന സബ്ജക്റ്റിലെ കൺവല്യൂഷൻ എന്ന ടോപ്പിക്കാണ് ഈ വീഡിയോയ്ക്കകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം കൺവല്യൂഷൻ എന്ന് പറയുന്നത് അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ പോലത്തെ ഒരു ഓപ്പറേഷനാണ് കൺവല്യൂഷൻ എന്ന് പറയുന്ന ഓപ്പറേഷൻ. ഈ കൺവല്യൂഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത് സിഗ്നൽ പ്രോസസ്സിങ്ങിലാണ് നമ്മൾ കൺവല്യൂഷൻ യൂസ് ചെയ്യുന്നത്. കൺവല്യൂഷൻ യൂസ് ചെയ്ത് ഒരു ലീനിയർ ടൈം ഇൻവേരിയൻറ്റ് സിസ്റ്റത്തിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതിൻ്റെ ഒരു ബ്ലോക്ക് ഡയഗ്രാമാണ് ഫിഗറിൽ തന്നിട്ടുള്ളത്. ഒരു ലീനിയർ ടൈം ഇൻവേരിയൻറ്റ് സിസ്റ്റത്തിലേക്ക് ഇൻപുട്ട് കൊടുക്കുന്നു. അതിൻ്റെ ഇമ്പൾസ് റെസ്പോൺസുമായിട്ട് കൺവല്യൂഷൻ നടന്നിട്ട് നമുക്ക് എന്ത് കിട്ടും? ഔട്ട്പുട്ട് കിട്ടും. ഇൻപുട്ട് സിഗ്നലിനെ എക്സ് ഓഫ് എൻ എന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്യാം. ഇമ്പൾസ് സിഗ്നലിനെ എച്ച് ഓഫ് എൻ എന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്യാം. ഔട്ട്പുട്ട് സിഗ്നലിനെ വൈ ഓഫ് എൻ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഡിനോട്ട് ചെയ്യാം. വൈ ഓഫ് എൻ ഈക്വൽ ടു സമ്മേഷൻ കെ മൈനസ് ഇൻഫിനിറ്റി പ്ലസ് ഇൻഫിനിറ്റി എച്ച് ഓഫ് കെ എക്സ് ഓഫ് എൻ മൈനസ് കെ എന്ന് പറയുന്നത് കൺവല്യൂഷൻ്റെ ഇക്വേഷനാണ്. അതേപോലെ തന്നെ ഇതെന്തിന് ഈക്വലാണ്? വൈ ഓഫ് എൻ ഈക്വൽ ടു സമ്മേഷൻ കെ മൈനസ് ഇൻഫിനിറ്റി പ്ലസ് ഇൻഫിനിറ്റി എക്സ് ഓഫ് കെ എച്ച് ഓഫ് എൻ മൈനസ് കെ, രണ്ടും സെയിം ആണ്. ഇതാണ് കൺവല്യൂഷൻ്റെ ഇക്വേഷൻ. അപ്പം ഫസ്റ്റ് ഇക്വേഷൻ്റെ അകത്ത് നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും, എച്ച് ഓഫ് കെ എന്ന് പറയുന്നത് ഇമ്പൾസ് സിഗ്നൽ, എക്സ് ഓഫ് എൻ മൈനസ് കെ എന്ന് പറയുന്നത് ഇൻപുട്ട് സിഗ്നൽ. ഈ ഇൻപുട്ട് സിഗ്നലിനെ ഫോൾഡ് ചെയ്തിട്ട് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട് ഫസ്റ്റ് ഇക്വേഷനിൽ. എന്നിട്ടാണ് ഇമ്പൾസ് സിഗ്നലുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് സമ്മേഷൻ ചെയ്യുന്നത്. നമുക്ക് ഔട്ട്പുട്ട് വൈ ഓഫ് എൻ കിട്ടും. സെക്കൻഡ് ഇക്വേഷൻ എന്ന് പറയുന്നത് അവിടെ ഫോൾഡിങ്ങും ഷിഫ്റ്റിങ്ങും നടത്തുന്നത് ഇമ്പൾസ് സിഗ്നലിനെയാണ് ചെയ്യുന്നത്. അതിനെ എന്തുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യും? ഇൻപുട്ട് സിഗ്നലുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമുക്ക് ഔട്ട്പുട്ട് റെസ്പോൺസ് കിട്ടും. രണ്ടും സെയിം ആണ്. രണ്ട് രീതിയിൽ വേണേൽ നമുക്ക് കൺവല്യൂഷൻ കണ്ടുപിടിക്കാം. ഇനി നമുക്ക് എത്ര സാമ്പിൾസ് ഉണ്ടെന്ന് കണ്ടുപിടിക്കാനാണ് ഒരു ഇക്വേഷൻ നമ്മൾ എടുക്കുന്നത്. അതിൽ ഇൻപുട്ട് സിഗ്നൽ എക്സ് ഓഫ് എൻ എന്ന് പറയുന്ന ഇൻപുട്ട് സിഗ്നലിനകത്ത് n1 നമ്പർ ഓഫ് സാമ്പിൾസ് ഉണ്ടെന്നുണ്ടെങ്കിൽ എച്ച് ഓഫ് എൻ എന്ന് പറയുന്ന ഇമ്പൾസ് റെസ്പോൺസിൻ്റെ അകത്ത് n2 നമ്പർ ഓഫ് സാമ്പിൾസ് ഉണ്ടെങ്കിൽ ഔട്ട്പുട്ട് റെസ്പോൺസിൻ്റെ അകത്ത് n1 പ്ലസ് n2 മൈനസ് 1 നമ്പർ ഓഫ് സാമ്പിൾസ് ആണ് ഉണ്ടായിരിക്കുക. ഇനി അടുത്തത് പറയുന്നത് വൈ ഓഫ് എൻ ഈക്വൽ ടു എക്സ് ഓഫ് എൻ കൺവല്യൂഷൻ എച്ച് ഓഫ് എൻ. കൺവല്യൂഷൻ എന്ന് പറയുന്നതിന് ഡിനോട്ട് ചെയ്യുന്ന സിമ്പിളാണ് കാണിച്ചിട്ടുള്ളത്. അതെന്തിന് ഈക്വലാണ്? എച്ച് ഓഫ് കെ കൺവല്യൂഷൻ എക്സ് ഓഫ് എൻ ഈക്വലാണ്. നേരത്തെ പറഞ്ഞ ഇക്വേഷൻ പോലെ തന്നെ. നെക്സ്റ്റ് വണ്ണാണ് ലീനിയർ കൺവല്യൂഷൻ. കൺവല്യൂഷൻ ഡിഫറെൻറ്റ് ടൈപ്പ് വരുന്നുണ്ട്. ലീനിയർ കൺവല്യൂഷൻ, സർക്കുലർ കൺവല്യൂഷൻ. ലീനിയർ കൺവല്യൂഷൻ അതിൻ്റെ പ്രൊസീജിയേഴ്സാണ് ഈ പറഞ്ഞിട്ടുള്ളത്. വൈ ഓഫ് എൻ സീറോ ഈക്വൽ ടു സമ്മേഷൻ കെ മൈനസ് ഇൻഫിനിറ്റി പ്ലസ് ഇൻഫിനിറ്റി എക്സ് ഓഫ് കെ എച്ച് ഓഫ് എൻ സീറോ മൈനസ് കെ. അപ്പം ഇവിടെ നമ്മൾ ചെയ്യുന്ന സമയത്ത് എച്ച് ഓഫ് എൻ മൈനസ് കെ എന്ന് പറയുന്ന ഇമ്പൾസ് സിഗ്നലിനെ ഫോൾഡ് ചെയ്തു, ഷിഫ്റ്റ് ചെയ്തു. ദെൻ അതിനെ എക്സ് ഓഫ് കെ ആയിട്ട് ഇൻപുട്ട് സിഗ്നലുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്തു. ദെൻ നമ്മളതിൻ്റെ സമ്മേഷൻ എടുക്കുക, ഓരോ പ്രോഡക്റ്റിനെയും ആഡ് ചെയ്യാം. അപ്പം ഈ ഒരു കൺവല്യൂഷൻ ഓപ്പറേഷനകത്ത് ഫോൾഡിങ് വന്നു, ഷിഫ്റ്റിങ് വന്നു, മൾട്ടിപ്ലിക്കേഷൻ വന്നു, സമ്മേഷൻ വന്നു. ഫോൾഡിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇമ്പൾസ് സിഗ്നൽ എച്ച് ഓഫ് എൻ സീറോ മൈനസ് കെ എന്ന് പറയുന്നുണ്ടല്ലോ, അതിൽ എച്ച് ഓഫ് മൈനസ് കെ ആദ്യം ചെയ്യും. എച്ച് ഓഫ് കെ എന്ന് പറയുന്ന ഇമ്പൾസ് സിഗ്നലിനെ ഫോൾഡ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് എച്ച് ഓഫ് മൈനസ് കെ കിട്ടും. അപ്പോൾ എച്ച് ഓഫ് മൈനസ് കെ കണ്ടുപിടിച്ചു. എന്നിട്ട് അതിനെ ഷിഫ്റ്റ് ചെയ്യും. എച്ച് ഓഫ് എൻ സീറോ മൈനസ് കെ ഷിഫ്റ്റ് ചെയ്യും. ആ എൻ സീറോ പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. എൻ സീറോ നെഗറ്റീവ് ആണെങ്കിൽ ലെഫ്റ്റ് ഷിഫ്റ്റിംഗ് ആണ് നടക്കുന്നത്. ദെൻ നമ്മൾ എന്ത് ചെയ്തു? അടുത്ത മൾട്ടിപ്ലിക്കേഷനാണ്. എക്സ് ഓഫ് കെയുമായിട്ട് ഇൻപുട്ട് സിഗ്നലുമായിട്ട് മൾട്ടിപ്ലിക്കേഷൻ നടക്കുക. ഇമ്പൾസ് സിഗ്നലിനെ ഇൻപുട്ട് സിഗ്നലുമായിട്ട് മൾട്ടിപ്ലിക്കേഷൻ നടത്തും. ഇനി എന്ത് ചെയ്യുന്നത്? അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് സമ്മേഷനാണ്. ഓരോ സാമ്പിൾസിലും ഇപ്പം നമ്മൾ ഷിഫ്റ്റിംഗ് നടത്തി, മൾട്ടിപ്ലിക്കേഷൻ നടത്തി, ദെൻ ആ ഓരോ പ്രോഡക്റ്റ് സീക്വൻസിനെയും സം ചെയ്യാം. ആ കിട്ടുന്ന ഫൈനൽ റിസൾട്ടാണ് ഔട്ട്പുട്ട് വൈ ഓഫ് എൻ എന്ന് പറയുന്നത്. ഇത് നമ്മൾ ചെയ്യുന്ന ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ യൂസ് ചെയ്ത് ചെയ്യുമ്പം ഇത്രയും സ്റ്റെപ്സ് വേണം. ഇതിനെ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാനുള്ള ഒരു വഴിയാണ് ടാബുലാർ അറേ മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പം ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. പെർഫോം ലീനിയർ കൺവല്യൂഷൻ ഓഫ് 2 സീക്വൻസസ് എക്സ് ഓഫ് എൻ ഈക്വൽ ടു 3, 2, 1, 2, എച്ച് ഓഫ് എൻ ഈക്വൽ ടു 1, 2, 1, 2. അപ്പം ഇൻപുട്ട് സിഗ്നലാണ് എക്സ് ഓഫ് എൻ,
ഇമ്പൾസ് സിഗ്നലാണ് 1 2 1 2 എന്ന് പറയുന്ന എച്ച് ഓഫ് എൻ. അപ്പം എക്സ് ഓഫ് എൻ്റെ അകത്ത് 4 വാല്യൂസ് വരുന്നുണ്ട്, എച്ച് ഓഫ് എൻ്റെ അകത്ത് 4 വാല്യൂസും വരുന്നുണ്ട്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും എക്സ് ഓഫ് എന്നിന് ആരോ മാർക്കൊന്നുമില്ല, പക്ഷേ എച്ച് ഓഫ് എൻ എന്ന് പറയുന്ന ഇമ്പൾസ് സിഗ്നലിന് ഒരു ആരോ മാർക്ക് കൊടുത്തിട്ടുണ്ട്. 2 എന്ന് പറയുന്ന വാല്യൂവിൻ്റെ താഴെ ഒരു ആരോ മാർക്ക് കൊടുത്തിട്ടുണ്ട്. ആ ആരോ മാർക്ക് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അതാണ് അതിൻ്റെ ഒറിജിനൽ പൊസിഷൻ 0 എന്ന് പറയുന്ന പോയിൻ്റ് 2-ലാണെന്നുള്ളതാണ് കാണിക്കുന്നത്. എക്സ് ഓഫ് എന്നിൽ അത് തന്നിട്ടില്ല, അപ്പോൾ അത് ഉദ്ദേശിക്കുന്നത് 3 എന്ന് പറയുന്നതാണ് 0th പൊസിഷൻ. ദെൻ ഫസ്റ്റ് പൊസിഷൻ എന്ന് പറയുന്നത് 2, സെക്കൻഡ് പൊസിഷൻ എന്ന് പറയുന്നത് 1, തേർഡ് പൊസിഷൻ എന്ന് പറയുന്നത് 2, അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇവിടെ നമുക്ക് 4 വാല്യൂസേ വരുന്നുള്ളൂ. സോ സ്റ്റാർട്ടിങ് വരുന്നത് 3-ലാണ് എക്സ് ഓഫ് എൻ്റെ കേസിൽ. എച്ച് ഓഫ് എൻ്റെ സ്റ്റാർട്ടിങ് എവിടെയാണ് അല്ലെങ്കിൽ 0 എവിടെയാണ് ഇരിക്കുന്നത് എന്നുള്ളത് ആരോ മാർക്ക് വെച്ച് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ആരോ മാർക്ക് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അതിൻ്റെ 0th പൊസിഷനാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ആ സാമ്പിൾസിൻ്റെ. നമുക്ക് ടാബുലർ അറേ മെത്തേഡ് യൂസ് ചെയ്തിട്ട് ലീനിയർ കൺവല്യൂഷൻ എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കുന്നത്. അപ്പം നമ്മൾ ആദ്യം ഇൻപുട്ട് സിഗ്നലിനെ എക്സ് ഓഫ് എന്നെ 3 2 1 2 മുകളിലേക്ക് എഴുതി. ദെൻ എച്ച് ഓഫ് എൻ 1 2 1 2 ലെഫ്റ്റ് സൈഡിലേക്ക് താഴോട്ടേക്ക് എഴുതി. ഇനി നമ്മളിതിനെ മൾട്ടിപ്ലൈ ചെയ്യാം. എക്സ് ഓഫ് എന്നും എച്ച് ഓഫ് എന്നും കൂടെ മൾട്ടിപ്ലൈ ചെയ്യാം. ആദ്യത്തെ നമ്മൾ 1ഉം 3യും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞ് നമുക്ക് എന്ത് കിട്ടും? 3 കിട്ടും. ദെൻ ഫസ്റ്റ് റോയിലെ 1 2ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ 2 കിട്ടും. ദെൻ 1ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ 1 വന്നു. ദെൻ 1ഉം 2ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ 2 കിട്ടി. ദെൻ അടുത്ത് നമ്മൾ 2 എച്ച് ഓഫ് എന്നിൽ 2 എടുക്കുക, എക്സ് ഓഫ് എന്നിൽ ഓരോ വാല്യൂസുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 2 × 3 6, 2 × 2 4, 2 × 1 2, 2 × 2 4. ഇനി ഇതേപോലെ നമ്മൾ എന്ത് ചെയ്യും? അടുത്ത എച്ച് ഓഫ് എൻ്റെ വാല്യൂ എടുക്കും 1 എക്സ് ഓഫ് എന്നിലെ വാല്യൂസുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 1 × 3 3, 1 × 2 2, 1 × 1 1, 1 × 2 2. ഇനി ഇമ്പൾസിലെ അടുത്ത വാല്യൂ എടുക്കുക 2നെ നമ്മൾ ഇൻപുട്ട് സിഗ്നലായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 2 × 3 6, 2 × 2 4, 2 × 1 2, 2 × 2 4. ഇനി നമ്മൾ ഓരോന്നും ആഡ് ചെയ്യും. ഇവിടെ നമ്മളിതിന് ഒരു ലൈൻസ് വെച്ചിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം 3യും സെപ്പറേറ്റ് ചെയ്തു, ദെൻ 6ഉം 2ഉം കൂടെ സെപ്പറേറ്റ് ചെയ്തു, 3 4 1 സെപ്പറേറ്റ് ചെയ്തു, 6 2 2 സെപ്പറേറ്റ് ചെയ്തു, 4 1 4 സെപ്പറേറ്റ് ചെയ്തു, 2 2 എഗെയിൻ എൻഡിൽ 4 മാത്രമായിട്ട് വന്നു. ഇനി ആ സെപ്പറേറ്റ് ചെയ്ത വാല്യൂസ് മാത്രമായിട്ട് നമ്മൾ ആഡ് ചെയ്യാം. അപ്പം ആദ്യത്തെ വാല്യൂ 3 മാത്രമേ വരുന്നുള്ളൂ, അപ്പോൾ 3 അതുപോലെ അങ്ങ് എടുത്തെഴുതുക. പിന്നത്തെ അത് 6ഉം 2ഉം വരുന്നുണ്ട്, 6 + 2 8. ദെൻ നെക്സ്റ്റ് സെപ്പറേറ്റ് ചെയ്ത സെക്ഷൻ്റെ അകത്ത് 3 + 4 7 + 1 8 വന്നു. ദെൻ അടുത്ത സെപ്പറേഷനകത്ത് 6 2 2 2 ആണ് വന്നത്. ആഡ് ചെയ്യുക, 6 + 2 8, 8 + 2 10, 10 + 2 12 വന്നു. ദെൻ നെക്സ്റ്റ് സെപ്പറേഷനകത്ത് 4 1 4 ആണ് വന്നത്. മൂന്നും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 9 കിട്ടും. നെക്സ്റ്റ് സെപ്പറേഷനകത്ത് 2ഉം 2ഉം വന്നു, 4 കിട്ടി. അടുത്ത സെപ്പറേഷനകത്ത് എഗെയിൻ 4 വന്നു. ഇനി ഇതാണ് നമ്മുടെ ഔട്ട്പുട്ട് സിഗ്നൽ, അല്ലെങ്കിൽ ഒരു LTI സിസ്റ്റത്തിൻ്റെ റെസ്പോൺസ് എന്ന് പറയുന്നത് y of n = 3 8 8 12 9 4 4 എന്ന് പറയുന്നതാണ്. ഇനി ഇതിൻ്റെ 0th പൊസിഷൻ ഏതെന്ന് കണ്ടുപിടിക്കാനും നമുക്കൊരു എളുപ്പ വഴിയുണ്ട്. നമ്മുടെ ഇമ്പൾസ് സിഗ്നൽ നോക്കുക, എച്ച് ഓഫ് എൻ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഇൻപുട്ട് സിഗ്നലും എടുക്കാം. ഇൻപുട്ട് സിഗ്നലിൻ്റെ 0th പൊസിഷൻ 3-ലാണെന്ന് പറഞ്ഞു. ആരോ മാർക്ക് തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫസ്റ്റ് പൊസിഷൻ 0th പൊസിഷൻ ആക്കിയിട്ട് എടുക്കാം. അപ്പം 3 0th പൊസിഷൻ ആണെങ്കിൽ അതിൻ്റെ റൈറ്റ് സൈഡിലേക്ക് 3 വാല്യൂസാണ് വരുന്നത്. നമ്മൾ അതിനിവിടെ കളറിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. 3 വാല്യൂസാണ് എക്സ് ഓഫ് എൻ്റെ റൈറ്റ് സൈഡിലേക്ക് വരുന്നത്. എച്ച് ഓഫ് എന്നിന് ഇതേപോലെ നമ്മൾ 0th പൊസിഷൻ എടുക്കുക 2 ആണ്. അതിൻ്റെ റൈറ്റ് സൈഡിലേക്ക് 2 വാല്യൂസാണ് വരുന്നത്. 3 + 2 5 നമുക്കവിടെ കിട്ടി. അപ്പോൾ 5 വാല്യൂസാണ് നമ്മുടെ ഔട്ട്പുട്ട് സിഗ്നലിൻ്റെ റൈറ്റ് സൈഡിലുണ്ടാവുക. ഇനി ഇതേപോലെ നമുക്ക് ലെഫ്റ്റ് സൈഡും കൂടെ നോക്കണം. ലെഫ്റ്റ് സൈഡിൽ നോക്കാൻ വേണ്ടി എക്സ് ഓഫ് എൻ എടുക്കുക. എക്സ് ഓഫ് എൻ 3 എന്ന് പറയുന്ന 0th പൊസിഷൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് ഒന്നും വരുന്നില്ലല്ലോ, അപ്പോൾ അവിടുത്തെ നമ്പർ ഓഫ് വാല്യൂസ് 0. എച്ച് ഓഫ് എന്നിൽ 0th പൊസിഷനിൽ 2 ആണ് ഇരിക്കുന്നത്. അതിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് 1 വരുന്നുണ്ട്. അതിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് 1 വരുമ്പം അവിടുത്തെ നമ്പർ ഓഫ് വാല്യൂസ് 1. സോ 0 + 1 1. അപ്പം 1 നമ്പർ സാമ്പിൾസാണ് ഔട്ട്പുട്ടിൽ 0th പൊസിഷൻ്റെ ലെഫ്റ്റിലേക്ക് വരുന്നുണ്ടാവുക.
5 നമ്പർ ഓഫ് സാമ്പിൾസ് ഔട്ട്പുട്ടിൻ്റെ 0th പൊസിഷനിൽ റൈറ്റ് സൈഡിലേക്കും വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, വൈ ഓഫ് എൻ എന്ന് പറയുന്ന നമുക്ക് കിട്ടിയ ഔട്ട്പുട്ട് സീക്വൻസിലേക്ക് വന്ന് 5 വാല്യൂസ് എടുക്കുക. 5 1 2 3 4 5 അപ് ടു 5 വാല്യൂസ് മാറ്റിക്കഴിഞ്ഞ് നമുക്ക് 8th എന്ന് പറയുന്ന 0th പൊസിഷൻ 8th വരും. ദെൻ 1 വാല്യൂ ലെഫ്റ്റ് സൈഡിലേക്കും വന്നു. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ടാബുലാർ അറേ മെത്തേഡ് യൂസ് ചെയ്തിട്ട് ലീനിയർ കൺവല്യൂഷൻ കണ്ടുപിടിക്കുന്നത്. ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഇൻപുട്ട് സീക്വൻസ് തന്നിട്ടുണ്ട് എക്സ് ഓഫ് എൻ ഈക്വൽ ടു 1 to ഇമ്പൾസ് സീക്വൻസ് തന്നിട്ടുണ്ട് എച്ച് ഓഫ് എൻ ഈക്വൽ ടു 1 to 4. ഇത് രണ്ടും കൂടെ നമ്മൾ ടാബുലാർ അറേ മെത്തേഡിൽ അറേഞ്ച് ചെയ്ത് എഴുതാം. ആദ്യം എക്സ് ഓഫ് എൻ എഴുതി 1 2, ദെൻ എച്ച് ഓഫ് എൻ താഴേക്ക് 1 2 4 എന്ന് എഴുതാം. ദെൻ മൾട്ടിപ്ലൈ ചെയ്യുക, ദെൻ സമ്മേഷൻ എടുക്കുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇതിൻ്റെ അകത്തും ചെയ്യുന്നുണ്ട്. ഗ്രാഫിക്കൽ മെത്തേഡിൽ പറഞ്ഞ കാര്യങ്ങൾ ടാബുലർ അറേക്കകത്തും അഡീഷനും മൾട്ടിപ്ലിക്കേഷനും എല്ലാം വരുന്നുണ്ട്. നമുക്കിവിടെ മൾട്ടിപ്ലിക്കേഷൻ നടത്താം. നമ്മുടെ ഫസ്റ്റ് വാല്യൂ എച്ച് ഓഫ് എന്നിൽ 1 എന്ന് പറയുന്ന വാല്യൂ എക്സ് ഓഫ് എന്നിലെ വാല്യൂസായിട്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ 1 × 1 1, 1 × 2 2. ദെൻ എച്ച് ഓഫ് എന്നിലെ വാല്യൂ 2 എക്സ് ഓഫ് എന്നിലെ വാല്യൂസായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 × 1 2, 2 × 2 4. ദെൻ അടുത്ത 4 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4 × 1 4, 4 × 2 8. ഇനി നമ്മളിതിനെ നേരത്തെ ചെയ്ത പോലെ സെപ്പറേറ്റ് ചെയ്തിട്ട് നമ്മളതിനെ ആഡ് ചെയ്യണം. അപ്പം സെപ്പറേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഫസ്റ്റിൽ 1 മാത്രമായിട്ട് കിട്ടി, ഒരു ഗ്രൂപ്പായിട്ട് കിട്ടി. ദെൻ അടുത്തതിൽ 2ഉം 2ഉം ഗ്രൂപ്പായിട്ട് കിട്ടി. 4 4 അടുത്ത ഗ്രൂപ്പ്, ദെൻ 8 അടുത്ത വാല്യൂ ആയിട്ട് വന്നു. ഇനി നമുക്കതിനെ ആഡ് ചെയ്യാം. ഫസ്റ്റിൽ 1 വന്നു, ദെൻ 2 + 2 4, 4 + 4 8, ദെൻ നെക്സ്റ്റ് 1 8. ഇനി നമുക്ക് ഇതിൻ്റെ ഔട്ട്പുട്ട് സൈഡിലേക്ക് എത്ര വാല്യൂസ് വരും, ലെഫ്റ്റ് സൈഡിലേക്ക് എത്ര വാല്യൂസ് വരും, അതിൻ്റെ 0th പൊസിഷൻ ഇതെല്ലാം കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ഇൻപുട്ട് സീക്വൻസിലേക്ക് നോക്കുക. ഇൻപുട്ട് സീക്വൻസിൻ്റെ അകത്ത് മാർക്ക് ചെയ്തിട്ടില്ല. സോ നമ്മളതിൻ്റെ 1 എന്ന് പറയുന്നത് സ്റ്റാർട്ടിങ് 0th പൊസിഷൻ ആക്കിയിട്ട് എടുക്കും. ദെൻ എച്ച് ഓഫിൻ്റെ അകത്തും മാർക്ക് ചെയ്തിട്ടില്ല. സോ അതിന് നമ്മൾ സ്റ്റാർട്ടിങ് 0th പൊസിഷൻ ആക്കിയിട്ട് എടുക്കുക. അങ്ങനെയാണെങ്കിൽ എക്സ് ഓഫ് എന് 1 0th പൊസിഷൻ ആക്കി എടുത്താൽ റൈറ്റ് സൈഡിലേക്ക് 1 സാമ്പിളാണ് ഉണ്ടാവുക. എച്ച് ഓഫ് എൻ്റെ അകത്ത് 1 0th സാമ്പിൾ ആക്കിയിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ റൈറ്റ് സൈഡിലേക്ക് 2 സാമ്പിൾ വരും. 2 + 1 = 3 സാമ്പിൾസ് റൈറ്റ് സൈഡിലേക്ക് വരും ഔട്ട്പുട്ട് സീക്വൻസിൽ. ലെഫ്റ്റ് സൈഡിലേക്ക് എക്സ് ഓഫ് എൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് 0 നമ്പർ ഓഫ് സാമ്പിൾസ് ആണ്. എച്ച് ഓഫ് എൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് 0 നമ്പർ ഓഫ് സാമ്പിൾസ് ആണ്. സോ ഔട്ട്പുട്ട് സീക്വൻസിലും നമ്പർ ഓഫ് സാമ്പിൾസ് ഇൻ ലെഫ്റ്റ് സൈഡ് എന്ന് പറയുന്നത് 0 ആണ്. ഇനി നമുക്ക് നോക്കാം, ഔട്ട്പുട്ടിൽ നമ്മൾ 0th പൊസിഷൻ എവിടെ മാർക്ക് ചെയ്യുന്നത്, 3 സാമ്പിൾസ് റൈറ്റ് സൈഡിലേക്ക് വരണം. അപ്പോൾ 8 8 4 3 സാമ്പിൾസ് വന്നു. ആ 3 സാമ്പിൾസ് മാറ്റിയിട്ട് അടുത്ത വാല്യൂ നമ്മൾ 0th പൊസിഷൻ സ്റ്റാർട്ട് ചെയ്യാം. അതിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് 0 നമ്പർ ഓഫ് സാമ്പിൾസ് ആണ് വരുന്നത്. അപ്പം നമ്മുടെ 0th പൊസിഷൻ എവിടെ സ്റ്റാർട്ട് ചെയ്തു, 1 എന്ന് പറയുന്ന വാല്യൂവിൽ സ്റ്റാർട്ട് ചെയ്തു. ഇതാണ് ഒരു ലീനിയർ ടൈം ഇൻവേരിയൻറ്റ് സിസ്റ്റത്തിൻ്റെ ഔട്ട്പുട്ട് റെസ്പോൺസ്. നമ്മൾ ഇൻപുട്ട് സിഗ്നൽ എക്സ് ഓഫ് എന്നും ഇമ്പൾസ് റെസ്പോൺസ് എച്ച് ഓഫ് എന്നും കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ലീനിയർ ടൈം ഇൻവേരിയൻറ്റ് സിസ്റ്റത്തിൻ്റെ ഔട്ട്പുട്ട് സീക്വൻസ് വൈ ഓഫ് എൻ എന്ന് പറയുന്നത് 1 4 8 8 ആണ്. വളരെ എളുപ്പമായിട്ട് നമുക്ക് ടാബുലാർ അറേ മെത്തേഡ് യൂസ് ചെയ്ത് ലീനിയർ കൺവല്യൂഷൻ ചെയ്യാം. ഒരു എക്സാമ്പിളും കൂടെ നമുക്ക് നോക്കാം. എക്സ് ഓഫ് എൻ = 1 1 0 1 1 ഇൻപുട്ട് സീക്വൻസ് തന്നിട്ടുണ്ട്. ദെൻ എച്ച് ഓഫ് എൻ = 1 -2 -3 4 എന്ന് പറയുന്ന ഇമ്പൾസ് സീക്വൻസ് തന്നിട്ടുണ്ട്. അതിൽ ഇൻപുട്ട് സീക്വൻസ് എക്സ് ഓഫ് എൻ്റെ 0th പൊസിഷൻ 0ൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ റൈറ്റ് സൈഡിലേക്ക് 2 സാമ്പിൾസും ലെഫ്റ്റ് സൈഡിലേക്ക് 2 സാമ്പിൾസും വരുന്നുണ്ട്. ദെൻ ഇമ്പൾസ് സീക്വൻസ് എച്ച് ഓഫ് എന് 4th പൊസിഷനിലാണ് 0 ആരോ മാർക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ 4th പൊസിഷനിൽ 0 വന്നു. അപ്പോൾ 0th പൊസിഷനിൽ ഇരിക്കുന്ന വാല്യൂ 4 ആണ്. ലെഫ്റ്റ് സൈഡിലേക്ക് 3 സാമ്പിൾസും റൈറ്റ് സൈഡിലേക്ക് 0യും. നമ്മൾ അതിനെ ടാബുലർ അറേ മെത്തേഡ് യൂസ് ചെയ്തിട്ട് അറേഞ്ച് ചെയ്യാം. 1 1 0 1 1 1 -2 -3 -4. ദെൻ മൾട്ടിപ്ലിക്കേഷൻ നടത്താം, സമ്മേഷൻ നടത്താം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, 1 × 1 1 1 × 1 1 1 × 0 0 1 × 1 1 1 × 1 1. ദെൻ അടുത്ത വാല്യൂ എടുക്കാം, -2 എച്ച് ഓഫ് എന്നിലെ -2 എക്സ് ഓഫ് എന്നിലെ വാല്യൂസുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. -2 × 1 -2 -2 × 1 -2 -2 × 0 0 -2 × 1 -2 -2 × 1 -2.
ദെൻ എച്ച് ഓഫ് എന്നിൽ അടുത്ത വാല്യൂ എടുക്കാം -3 -3നെ എക്സ് ഓഫ് എന്നിലെ വാല്യൂസുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. -3 × 1 -3 -3 × 1 -3 -3 × 0 0 -3 × 1 -3 -3 × 1 -3. ദെൻ നെക്സ്റ്റ് വാല്യൂ എച്ച് ഓഫ് എന്നിൽ 4 ആണ് വരുന്നത്. 4നെ ഇൻപുട്ട് വാല്യൂസുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 4 × 1 4 4 × 1 4 4 × 0 0 4 × 1 4 4 × 1 4. ഇനി നമ്മൾ എന്ത് ചെയ്യണം, അതിനെ സെപ്പറേറ്റ് ചെയ്യണം, ഗ്രൂപ്പ് ചെയ്യാം. ഗ്രൂപ്പ് ചെയ്യുന്ന 1 ഒരു ഗ്രൂപ്പിലേക്ക് വരും, -2 1 അടുത്ത ഗ്രൂപ്പിൽ, -3 -2 0 അടുത്ത ഗ്രൂപ്പിൽ, 4 -3 0 1 നെക്സ്റ്റ് ഗ്രൂപ്പ്, 4 0 -2 1 നെക്സ്റ്റ് ഗ്രൂപ്പ്, 0 -3 -2 അടുത്ത ഗ്രൂപ്പ്, 4 -3 നെക്സ്റ്റ് ഗ്രൂപ്പ്, 4 ഒരു ഗ്രൂപ്പ്. നമ്മളിതിനെ ആഡ് ചെയ്യണം. ഫസ്റ്റ് ഗ്രൂപ്പിൽ ഒരു വാല്യൂ ഉള്ളൂ, അത് 1 എടുത്ത് എഴുതി. ദെൻ സെക്കൻഡ് ഗ്രൂപ്പിൽ -2 1 -2 + 1 -1 നമുക്ക് ആൻസർ കിട്ടി, -1 മാറ്റി എഴുതി. ദെൻ തേർഡ് ഗ്രൂപ്പിൽ -3 -2 -5 ആഡ് ചെയ്യുമ്പോൾ -5 കിട്ടി. ദെൻ 4 -3 0 1 നമുക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 4 + -3 എന്ന് പറയുമ്പോൾ 1 1 + 1 2 കിട്ടി. നെക്സ്റ്റ് ഗ്രൂപ്പിൽ വരുന്ന വാല്യൂസാണ് 4 0 -2 1 4 + 0 4 4 -2 2 2 + 1 3. നെക്സ്റ്റ് വണ്ണാണ് 0 + -3 + -2. അപ്പം അവിടെ 0 + -3 എന്ന് പറയുമ്പോൾ -3 -3 + -2 എന്ന് പറയുമ്പോൾ -5. നെക്സ്റ്റിൽ വരുന്നതാണ് 4 + -3 എന്ന് പറയുമ്പോൾ +1. നെക്സ്റ്റിൽ +4. അപ്പം ഇത്രയും വാല്യൂസ്, ഇതാണ് ഔട്ട്പുട്ട് സീക്വൻസ് എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ 0th പൊസിഷൻ നമുക്ക് കണ്ടുപിടിക്കണം. ആ 0th പൊസിഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മുടെ ഇൻപുട്ട് സിഗ്നലിനകത്ത് 0th പൊസിഷൻ എന്ന് പറയുന്നത് 0 എന്ന് പറയുന്ന വാല്യൂ ഇരിക്കുന്നതാണ് 0th പൊസിഷൻ. ആരോ മാർക്ക് തന്നിട്ടുണ്ട്. അതിൻ്റെ റൈറ്റ് സൈഡിൽ 2 വാല്യൂസും ലെഫ്റ്റ് സൈഡിലേക്ക് 2 വാല്യൂസും. അപ്പോൾ നമുക്കതിനെ സെപ്പറേറ്റ് ഒന്ന് എഴുതി നോക്കാം. റൈറ്റ് സൈഡിലേക്ക് 2 വാല്യൂസ്, ലെഫ്റ്റ് സൈഡിലേക്ക് 2 വാല്യൂ. നമ്മുടെ ഇമ്പൾസ് സീക്വൻസ് എടുക്കുക. 4 എന്ന് പറയുന്നതിൽ ആരോ മാർക്ക് ചെയ്തിട്ടുണ്ട്, അതാണ് അതിൻ്റെ 0th പൊസിഷൻ. റൈറ്റ് സൈഡിലേക്ക് 0, സോ നമ്മൾ റൈറ്റ് സൈഡ് മാറ്റി എഴുതിയെടുത്ത് റൈറ്റ് സൈഡ് 0 മാർക്ക് ചെയ്തു. ലെഫ്റ്റ് സൈഡിൽ 3 വാല്യൂസ് വരുന്നുണ്ട്, സോ 3 വാല്യൂസ് നമ്മൾ മാർക്ക്. അപ്പം റൈറ്റ് സൈഡിൽ 2 + 0 2ഉം ലെഫ്റ്റ് സൈഡിലേക്ക് 2 + 3 = 5. ഇത്രയും വാല്യൂസാണ് ഔട്ട്പുട്ട് സാമ്പിൾസിൻ്റെ അകത്ത് ഉണ്ടായിരിക്കുക. അപ്പം നമുക്കിനി ഔട്ട്പുട്ട് സാമ്പിൾസിലേക്ക് കടക്കാം. ഔട്ട്പുട്ട് സാമ്പിളിനകത്ത് 2 വാല്യൂസ് റൈറ്റ് സൈഡിലേക്ക് എന്ന് പറഞ്ഞു. അപ്പോൾ 2 വാല്യൂസ് റൈറ്റ് സൈഡിലേക്ക് എന്ന് പറയുമ്പം 4 1 അത് കഴിഞ്ഞ് വരുന്ന പൊസിഷനിൽ നമ്മൾ ആരോ മാർക്ക് ചെയ്തു, അതാണ് ഔട്ട്പുട്ട് സീക്വൻസിൻ്റെ 0th പൊസിഷൻ. ദെൻ ലെഫ്റ്റ് സൈഡിലേക്ക് 5 സാമ്പിൾസ് എന്ന് പറഞ്ഞു. ലെഫ്റ്റ് സൈഡിലേക്ക് 5 സാമ്പിൾസ് എന്ന് പറയുമ്പോൾ 1 2 3 4 5 സാമ്പിൾസ് നമുക്ക് കിട്ടി. ആരോ മാർക്ക് നമ്മൾ -5 അല്ലെങ്കിൽ 0th പൊസിഷൻ -5ൽ മാർക്ക് ചെയ്യുമ്പോൾ ദെൻ നമ്മുടെ ഔട്ട്പുട്ട് സീക്വൻസ് y ഓഫ് n എന്ന് പറയുന്നത് 1 -1 -5 2 3 -5 1 4. ഇതാണ് നമ്മുടെ ഔട്ട്പുട്ട് സീക്വൻസ്. ലീനിയർ ടൈം ഇൻവേരിയൻറ്റ് സിസ്റ്റത്തിൻ്റെ ഔട്ട്പുട്ട് അല്ലെങ്കിൽ റെസ്പോൺസ് സീക്വൻസ് എന്ന് പറയുന്നത് നമ്മൾ ഇൻപുട്ട് സിഗ്നലും അതിൻ്റെ ഇമ്പൾസ് റെസ്പോൺസുമായിട്ട് കൺവല്യൂഷൻ നടത്തിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഒരു ലീനിയർ ടൈം ഇൻവേരിയൻറ്റ് സിസ്റ്റത്തിൻ്റെ ഔട്ട്പുട്ട് കിട്ടും. ഇത്രയാണ് ഈ വീഡിയോയ്ക്കകത്ത് പറയുന്നത്.